നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. നീണ്ട 2.5 വർഷത്തിന് ശേഷം ഗൾഫ് രാഷ്ട്രങ്ങൾ റമദാൻ ആഘോഷങ്ങൾക്കായി ഒരുങ്ങുകയാണ്. ഇതിനായി വളരെയേറെ സന്തോഷത്തിലാണ് പ്രവാസികൾ. ഈദുൽ ഫിത്തർ അവധി ദിനങ്ങളിൽ വിവിധ രാജ്യങ്ങളിൽ പെരുന്നാൾ ആഘോഷിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് കുവൈറ്റ് സ്വദേശികളും പ്രവാസികളും. രാജ്യത്ത് ഇപ്രാവശ്യം 10 ദിവസമാണ് പെരുന്നാൾ അവധി നൽകിയത്. ഈ സമയത്ത് വിമാനത്താവളത്തിലെ സഞ്ചാരം സുഗമമാക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള നിരവധി പുതിയ നടപടികളുമായി ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. യാത്രയ്ക്കായി ഏകദേശം 3,52,000 പേർ കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളം ഉപയോഗിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അൽഖബാസ് ദിനപത്രം റിപ്പോർട്ട് ചെയ്തു. ഏപ്രിൽ 28 മുതൽ മെയ് 7 വരെയാണ് രാജ്യത്ത് ഈദുൽ ഫിത്തർ അവധി ദിനങ്ങൾ. ഈ സമയത്ത് വിമാനത്താവളത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന യാത്രക്കാരുടെയും വിമാനങ്ങളുടെയും കണക്കുകൾ പ്രകാരം മൊത്തം യാത്രക്കാരുടെ 60% പേരും വിദേശ രാജ്യത്തിന് പുറത്തേക്ക് പോകും. 1400 വിമാനങ്ങളിൽ ഏകദേശം 2,80,000 പേർ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. വിമാനങ്ങളിൽ 1,44,000 യാത്രക്കാർ കുവൈറ്റിലേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ദുബായ്, ഇസ്താംബുൾ, സബിഹ, ട്രാബ്സൺ, ജിദ്ദ, കെയ്റോ, ദോഹ എന്നിവിടങ്ങളാണ് സ്വദേശികളുടെയും പ്രവാസികളുടെയും അവധിക്കാലത്തെ ഏറ്റവും പ്രിയപ്പെട്ട യാത്രാ കേന്ദ്രങ്ങളെന്ന് സ്ഥിതി വിവര കണക്കുകൾ വ്യക്തമാക്കുന്നു. മെയ് മാസത്തിൽ വേനൽക്കാല യാത്രാ സീസണിന്റെ തുടക്കത്തോടെയാണ് ഈദ് അവധി ദിനങ്ങൾ വരുന്നതെന്ന് വൃത്തങ്ങൾ പറഞ്ഞു. ഇത് വിമാനത്താവളത്തിലെ ഏജൻസികളുടെ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിപ്പിക്കുകയും ഇരട്ടിപ്പിക്കുകയും ചെയ്യുന്നു. കോവിഡ് കേസുകളുടെ കുറവും കർശനമായ യാത്രാ നിയന്ത്രണങ്ങൾ ലഘൂകരിച്ചതും രാജ്യത്തിന് പുറത്ത് അവധിക്കാലം ചിലവഴിക്കാനുള്ള പൗരന്മാരുടെയും താമസക്കാരുടെയും വർദ്ധിച്ചു വരുന്ന ആവശ്യം കാരണം ഈ വർഷത്തെ വേനൽക്കാലത്തും ഈദ് സീസണിലും തിരക്കും തീവ്രതയും അനുഭവപ്പെടുമെന്ന് ഉറവിടങ്ങൾ സൂചിപ്പിച്ചു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.